ഞങ്ങളെല്ലാരും കൂടി നേരെ പോണത് കോഴിക്കോട് ലുലുമാളിക്കാണ് കേട്ടോ. നാളെ ബാമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് മേടിക്കാനുള്ള ഒരു പോക്കാണ്. ഇതിന് പിന്നെ ലുലുവില് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാരും കൂടെ ആയിട്ട് പോണത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ കുഞ്ഞൊരു വ്ളോഗാണ്, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ലുലുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്ക് കുറവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. കയറുമ്പോൾ അറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഏകദേശം പാർക്കിങ്ങിലൊക്കെ കാലിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഉള്ള ആളുകൾ മുഴുവൻ പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴിക്കോട് ലുലുവിൽ നമുക്ക് താഴെയും അതുപോലെ തന്നെ പുറത്തൊക്കെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. വോയിസ് ആയിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് പറയണതൊന്നും ശരിക്കും കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോഴും കേൾക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഫാഷൻ സ്റ്റോറിലാണ്. പൊതുവേ ഫാഷൻ സ്റ്റോറിലുള്ള കുട്ടികളുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരെ അതങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ 4-5 ആളുകളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4-5 ആളുകൾക്ക് 4-5 അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും കൂടുതൽ ആളുകൾ മെജോറിറ്റി സെലക്ട് ചെയ്തത് ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അവനോട് ചോദിച്ചപ്പോൾ ഇത്തവണ പ്രത്യേകിച്ച് കളർ കോംബോയൊന്നുമില്ല, മിക്സഡ് കളറാണ് ആക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്നാൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെ ആയിരിക്കട്ടെ ബർത്ത്ഡേക്ക് എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ആ ഒരു ദിവസം ഒരു നേരം അവളത് ഇട്ട് കാണുമ്പോഴുള്ള സന്തോഷം ചെറുതൊന്നുമല്ലല്ലോ. ഈ ഒരു കുഞ്ഞുടുപ്പ് മാത്രമല്ല, അതിലേക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളും കൂടി മേടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ പെണ്ണ് ഇതെന്തായാലും ഇടില്ല, 100% ഉറപ്പായിട്ട് മേടിക്കാൻ നിന്നില്ല കേട്ടോ. പക്ഷെ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഇടാത്തോണ്ടാണ്, അല്ലെങ്കിൽ മേടിക്കായിരുന്നു. പിന്നെ ആ ഒരു ഷെയ്ഡ് കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിലേക്കൊരു വൈറ്റ് കോംബോയിലുള്ള ആക്സസറീസ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇടയ്ക്ക് ലാവൻഡർ ഷെയ്ഡൊക്കെ കണ്ടെങ്കിൽ പോലും അതിനെന്തെങ്കിലുമൊക്കെ ഒരു കേടോ അതല്ലെങ്കിൽ ഒരു കളർ ചേഞ്ചോ അതും അല്ലെങ്കിൽ അവൾക്ക് ചേരില്ല എന്നുള്ളൊരു പല തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് കോംബോയിലുള്ള ഐറ്റംസ് അങ്ങോട്ട് എടുക്കാമെന്നാണ് കേട്ടോ. അതാകുമ്പോൾ പെണ്ണിന് രസം ഉണ്ടാവുമല്ലോ. ഈ ഒരു ഉടുപ്പായിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മാച്ചായിട്ട് തോന്നി. അങ്ങനെ ഈ ഒരു ഹെയർ ബാൻഡ് നമ്മളൊന്ന് എടുത്തു കേട്ടോ. അവളത് ഇടുമെന്ന് അറിയില്ല, എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹപ്പുറത്താണ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയർ ബാൻഡ് മാത്രമല്ല, ഈ ഒരു ക്ലിപ്പും 2 എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരൊറ്റൊരെണ്ണം തന്നെ മേടിക്കാതെ. അതൊക്കെ മേടിച്ചതിന് ശേഷം നേരെ അവൾക്ക് കുറച്ച് വള മേടിക്കാൻ വന്നു കേട്ടോ. വൈറ്റ് സ്റ്റോൺ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പർ വൈറ്റ് കിട്ടിയില്ല, അവർ ഓഫ് വൈറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ലാവൻഡർ ഷെയ്ഡ് മിക്സ് ചെയ്യുന്ന രീതിയിൽ വളകൾ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലാവൻഡർ ഷെയ്ഡും അങ്ങനൊന്നും കിട്ടിയിട്ട്. എന്നാലും ലാവൻഡർ പ്ലസ് നമ്മളെ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന വളയിട്ട് മാച്ച് ചെയ്തപ്പോൾ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ നമ്മൾ ആ ഒരു വളക്കോമ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വളകളുടെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത്, അതായത് കല്യാണം, സൽക്കാരം, അതുപോലത്തെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ തിളങ്ങാൻ പറ്റുന്ന ഒരുപാട് ആക്സസറീസ് ഫോർ ബ്രൈഡൽസിന് വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കിഡുമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം സെലക്ട് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാണുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്ന സൈസിനുള്ള വളകൾ വേഗം നോക്കിയിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടോ. പിന്നെ ആ ഒരു സെക്ഷനിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ബില്ലടിച്ചതിന് ശേഷം ഗോബു കീപ്പ് ചെയ്യുന്ന ബാസ്ക്കറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ആൾക്ക് ബാസ്ക്കറ്റ് തള്ളി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അവളുടെ ബർത്ത്ഡേക്ക് വേണ്ട ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റഡും ആയിരുന്നു. അതൊക്കെ ശേഷം നമ്മൾ ചെരുപ്പും മേടിച്ച് പിന്നെ മൊത്തത്തിൽ ഒരൊറ്റ ബില്ലടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൗണ്ടറിൻ്റെ പുറത്തേക്കാണ് ഇറങ്ങി കേട്ടോ. ഇടയ്ക്ക് ഇവിടെ വെച്ച് മിസ്സായ സാധനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ കറക്റ്റ് ഉണ്ടായിരുന്നത് ഗോപുമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ 2nd ഫ്ലോറിലുള്ള നക്ഷത്രയ്ക്ക് അങ്ങോട്ട് പോയി. ഒരുപാട് വലിയ സാധനമൊന്നുമല്ല, എന്നാൽ അവൾക്കൊരു കുഞ്ഞു സാധനം മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ കാത് കുത്താൻ പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു കമ്മൽ തന്നെ അങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് മേടിച്ചപ്പോൾ ഞങ്ങൾ ഇച്ചിരി കൺഫ്യൂസ്ഡൊക്കെ ആയിരുന്നു. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു മിനി സൂര്യകാന്തിൻ്റെ കമ്മലൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തോ ലക്കി ഡ്രോ ഒക്കെ നടക്കുന്നുണ്ട്, എഴുതിയിട്ടിട്ടുണ്ട്. അഥവാ കിട്ടുകയാണെങ്കിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 വർഷം ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് ആളുകളിലേക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കുട്ടി കുട്ടി കാര്യങ്ങൾ, ഓർമ്മകൾ സൂക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. കാരണം ഞാൻ ഇതിനു മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഓർമ്മകൾ തന്ന വ്യക്തികളെ വീഡിയോസ്, ഫോട്ടോസ്, മൊമെൻറ്റ്സൊക്കെ ഞാൻ ലാപ്ടോപ്പിലും അതുപോലെ തന്നെ പെൻ ഡ്രൈവിലൊക്കെ സൂക്ഷിച്ചെങ്കിലും എനിക്കിപ്പോൾ പലതും ഓപ്പൺ ആക്കാനോ കാണാനോ സാധിക്കാത്തൊരവസ്ഥയിലാണ്. എന്നാലും പലതും ഞാൻ വീടിൻ്റെ മുന്നിലൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ കണ്ട്
ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും മറ്റ് സാധനങ്ങൾ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും വേറൊരു ഫോണിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ആ ഒരു ഐഡിയ അടിച്ചിട്ട് ആ ഒരു ഓർമ്മകളൊക്കെ റിഫ്രഷ് ചെയ്ത് എപ്പോഴും കാണാലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിതിൽ ഓരോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 4-5 വർഷത്തിന് ശേഷം ഒരുപാട് ആളുകൾ എൻ്റെ ഈ ഒരു കുടുംബത്തിലേക്ക് ഒത്തുചേർന്നിരിക്കുകയാണ്. അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ ലോങ് വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോസിൽ കിട്ടുന്ന അത്ര വ്യൂസും കാര്യങ്ങളൊന്നും പൊതുവേ കിട്ടാറില്ല. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഓർമ്മകളിൽ ഒന്നുകൂടെ സൂക്ഷിക്കാനുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഈവൻ നമ്മളെ ബാമി ജനിച്ച ആ നിമിഷം മുതൽ എൻ്റെ ഈ ഒരു ചാനൽ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോഴും ഇന്നലെ വരെ ഞങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ആ ഒരു മൊമെൻറ്റ് 4-5 വർഷത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ദിവസം എനിക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഓർക്കാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇതും ഞങ്ങൾ ഈ ഒരു കുട്ടി കുട്ടി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നേരെ നമ്മൾ ലുലുവിലെ വിശേഷങ്ങളിലേക്ക് വരാം. അമ്മയ്ക്കുള്ള സമ്മാനങ്ങളും അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അല്ലേട്ടാ പോയിട്ടുണ്ടായിരുന്നത്. സുഖേച്ചിക്ക് നല്ല പനി മനസ്സിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ സജാദിൻ്റെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.